ഹലോ കൂട്ടുകാരെ, പാലക്കാടിൻ്റെ നാടൻ ഊണും അതുപോലെ തന്നെ പൊറോട്ടയും ബീഫും പൊറോട്ടയും ചിക്കനും കഴിച്ചാലോ? ഇത് ഏത് ഹോട്ടലാണെന്നല്ലേ? ഇത് വന്നിട്ട് നെന്മാറയിൽ നിന്ന് വടക്കഞ്ചേരി പോകുമ്പോൾ നന്മ ഫുഡ് കോർട്ട് വന്നിട്ട് കടമ്പടിയിൽ ഈ അടുത്ത് തുടങ്ങിയ ഒരു ഹോട്ടലാണ് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഊണ് തന്നെയാണ്. അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു തേങ്ങ ചമ്മന്തി കണ്ടോ, അതൊരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളത് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂടെയുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അത് നോക്കി. അതുപോലെ തന്നെ ഇഞ്ചിപ്പുളിക്കും ഒരു രക്ഷയില്ല. മസാലക്കറി, മീൻ കറി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അത് വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ രീതിയിലാണ് ഇവിടുത്തെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നോക്കുക. ഞങ്ങൾ ബാക്കി ഒരാളാണ് ഊണ് കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ ബാക്കി 3 ആള് പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ പൊറോട്ട വരാൻ വെയിറ്റിംഗ്. അപ്പോൾ അതിന് മുന്നേ ആള് ചോറും മീൻ കറിയും കൂടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആള് പറയുന്നത് സൂപ്പറായിട്ടുണ്ടെന്നാണ് പറഞ്ഞു. ഞങ്ങളും കഴിച്ചു നോക്കി കേട്ടോ കുറച്ച്. അപ്പോൾ ഞങ്ങൾ ലൈവായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത പൊറോട്ട അടിച്ചു തരികയാണ്. അതായത് കസ്റ്റമർ വന്ന ശേഷമാണ് ഇവിടെ പൊറോട്ട അടിച്ചു തരിക. അതായത് നമുക്ക് ഹോട്ടായിട്ട് പൊറോട്ട നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബീഫ് കറിയാണെങ്കിൽ ശരി, ചിക്കനാണെങ്കിൽ ശരി, നല്ല ഹോട്ടായിട്ടായിരിക്കും നമുക്ക് പൊറോട്ടയും ബീഫും പൊറോട്ടയും ചിക്കനൊക്കെ തരിക. അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാകും. അതായത് നേരത്തെ പൊറോട്ട ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ അറിയോ? ഇപ്പൊ കസ്റ്റമർ വരുമ്പോൾ നമ്മൾ പൊറോട്ട അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ചൂടായിരിക്കും, സൂപ്പറായിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ പൊറോട്ട അടിക്കുക കാണാൻ. പാലക്കാട്ടിൽ മാത്രം കാണുന്ന ഒരു പൊറോട്ടയൊക്കെ അടിച്ച ഒരു തമിഴ് സ്റ്റൈലാണ്. പാലക്കാടിൻ്റെ ഒരു സ്റ്റൈല് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു തമിഴ് ടച്ചും കൂടി ഉണ്ടാവും. പൊറോട്ടയൊക്കെ അടിച്ച് അങ്ങനെ പരത്തിയിട്ട് അത് എടുത്ത ശേഷം ഒരു അടി അടിക്കും. അത് കാണാനാണ് ഏറ്റവും ഭംഗി. ഇതിൽ എന്താ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമർ വന്ന ശേഷം മാത്രമേ പൊറോട്ട അടിച്ച് പരത്തി ഇതുപോലെ നമുക്ക് സ്ട്രീം ചെയ്ത് തരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സൂപ്പറായിട്ട് നമുക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നവർക്കൊക്കെ ഇവിടെ നിന്ന് ഈ കട ചൂസ് ചെയ്യാം കേട്ടോ. അതായത് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഈ വടക്കഞ്ചേരി നെന്മാറ പോകുന്ന വഴിക്ക് കടമ്പടി എത്തുന്നതിന് മുന്നേ ഒരു ലെഫ്റ്റ് സൈഡായിട്ട് നന്മ ഫുഡ് കോർട്ട് പറഞ്ഞാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഏകദേശം അറ്റ് ടൈമിൽ ഒരു 30-35 പേർക്കൊക്കെ ഇരുന്ന് കഴിക്കാവുന്ന ഒരു ടേബിൾ സെറ്റിങ്സാണ് അവിടെ ഉള്ളത്. അതുപോലെ ഊണിന് മീൻ നമുക്ക് ലൈവായിട്ട് ഫ്രൈ ചെയ്ത് തരാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് ഈ ലോക്കലിൽ കിട്ടുന്ന മീനായിരിക്കും നമുക്കത് ഫ്രൈ ചെയ്ത് തരാം. ഇല്ലാണ്ട് മത്തി അയില അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമുക്ക് ആ പൊറോട്ട അടിക്കുന്ന സ്റ്റൈലാണല്ലേ. അപ്പം തന്നെ അതിൻ്റെ ആവി പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാനുള്ളൊരു പ്രിപ്പറേഷനിലാണ്. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബഷീർക്ക് ഊണ് ഒരു മീൻ കറിയും സാമ്പാറും ഒരു റൗണ്ട് കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം പെപ്പർ ചിക്കനും അതുപോലെ തന്നെ ബീഫും കൂടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് കഴിക്കുന്നത്. ഇത് ഊണിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടാകുന്ന ടേസ്റ്റ് ചെയ്യാം. കോമ്പിനേഷൻ വായിൽ വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞാൽ ഭയങ്കര കോമ്പിനേഷനാണ്. ഇവിടുത്തെ കറികളൊക്കെ നോക്കി ആ എലിയിൽ നോക്കി കഴിഞ്ഞാൽ കറികളൊന്നും ഉണ്ടാവില്ല, എല്ലാം കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വരുമ്പോൾ ഒരു ഫാമിലീസ് 2 കാലമായിട്ട് വന്നിട്ടായിരുന്നു. അവരും അത്യാവശ്യം നല്ലോണം ഓർഡർ ചെയ്ത് നന്നായി കഴിക്കുന്നുണ്ടായിരുന്നു. പപ്പടവും ചിക്കനും ബീഫും കൂടി ഒരു വല്ലാത്ത ഇഷ്ടത്തോടെയാണ് കഴിക്കുന്നത് ആള്. ഭയങ്കര തൃപ്തി. എല്ലാവർക്കും ഊണൊക്കെ ഞങ്ങൾ എല്ലാവരും ചെറിയ രീതിയിൽ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം ഞങ്ങൾക്കുള്ള പൊറോട്ടയും ബീഫും പെപ്പർ ചിക്കനും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് പൊറോട്ടയാണ്. നമ്മൾ എത്തിയ സമയത്താണ് അവർ നമുക്ക് വേണ്ടി പൊറോട്ട അടിച്ച് ചുട്ട് തന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ചൂടും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ കഴിക്കാനിരുന്നു കേട്ടോ. ചെറിയ രീതിയിലൊരു ബീഫ് എടുത്ത് ഒന്ന് കഴിച്ച് നോക്കി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കറക്റ്റായിട്ട് പെപ്പറും നന്നായിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ചിക്കൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതും ഇഷ്ടപ്പെട്ടു. പെപ്പർ ചിക്കനാണ് നമ്മളിപ്പോൾ കഴിച്ചത്. ഞാൻ ഏകദേശം ഒരു 3 പൊറോട്ട കഴിച്ചു. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഒരു 3 പൊറോട്ട കഴിച്ചിട്ടോ. നമ്മളൊരു ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഈ ഹോട്ടലിലേക്ക് വന്നത്. അപ്പോൾ നെല്ലിയാമ്പതി പോകുന്നവർ ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ നെല്ലിയാമ്പതി പോകുന്നവർ വടക്കഞ്ചേരി ടു നെന്മാറ പോവുകയാണെങ്കിൽ
ഏകദേശം ഒരു 10-12 കിലോമീറ്റർ എത്തുമ്പോൾ ഈ ഹോട്ടൽ കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉച്ച സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പൊറോട്ടയും അതുപോലെ തന്നെ നാടൻ പാലക്കാടും ഭക്ഷണവും നമുക്ക് ഇവിടെ കഴിക്കാം. ഭക്ഷണത്തിനൂടെ മീൻ ഫ്രൈ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇതാണ് വിഷ്ണു, ഈ ഹോട്ടലിൽ ആളാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പൈസയൊക്കെ കൊടുത്ത് നമ്മളിപ്പോൾ വെളിയിൽ ഇറങ്ങിയിരിക്കാൻ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്. ഊണൊക്കെ ഏകദേശം ഒരു 70 രൂപ ആ റേഞ്ചിലുള്ളൂ. പൊറോട്ടയൊക്കെ 10 രൂപയുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആൾക്ക് നന്മ ഫുഡ് കോർട്ട് കേട്ടോ. ഇത് വന്നിട്ട് നെന്മാറ വടക്കഞ്ചേരി റൂട്ടിലെ കടമ്പടി ബീവറേജ് കഴിഞ്ഞത് ഏകദേശം ഒരു 200 മീറ്റർ കഴിയുമ്പോൾ കാണുന്ന ഹോട്ടലാണ് കേട്ടോ. ഒരു നാടൻ ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോരാം കേട്ടോ, വിശ്വസിച്ചിട്ട്. ഞങ്ങളിന്ന് ഇവിടുന്ന് കഴിച്ചത് വന്നിട്ട് പൊറോട്ടയും അതുപോലെ തന്നെ ബീഫും ചിക്കനുമാണ്, നാടൻ സ്പൈസിയിൽ. അതുപോലെ ഊണും കഴിച്ചായിരുന്നു. അപാര ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നെല്ലിയാമ്പതിയിലൊക്കെ പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നന്മ ഫുഡ് കോർട്ട്. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന പോലത്തെ ഭക്ഷണമാണ് ഇവിടെ ഉണ്ടാക്കി തരുന്നത് കേട്ടോ. ഇവിടുത്തെ ഊണിന് ചമ്മന്തിയിൽ തേങ്ങ ചമ്മന്തിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ.